അയാൾക്ക് ഇച്ചിരി ചോറ് പാത്രത്തിട്ട് കൊടുത്തരാൻ. Good afternoon. All of you, good afternoon. Good afternoon. Good afternoon. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തോട്ടെ കേട്ടോ. നമുക്ക് തുടങ്ങാം. എല്ലാവരും റെഡിയാണോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കാം അല്ലെ? ആ, കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെ എടുത്തത്? കഴിഞ്ഞ ക്ലാസ്സില് ഒന്ന് പറയോ ആരെങ്കിലും? അല്ലെ, നമ്മൾ പേഴ്സണൽ പ്രോനൗണിനെ കുറിച്ച് പറഞ്ഞില്ലേ? കഴിഞ്ഞ ക്ലാസ്സില് പേഴ്സണൽ പ്രോനൗണിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഈ പേഴ്സണൽ പ്രോനൗൺ വിച്ച് സ്റ്റാൻഡ് ഫോർ 3 persons അല്ലെ? വിച്ച് സ്റ്റാൻഡ് ഫോർ 3 persons. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ?
നൗസിയ റിഫ്ലെക്സീവ് പ്രൊനൗൺ വരെ എടുത്തിട്ടുണ്ട്. എവിടാ? റിഫ്ലെക്സീവ് പ്രോനൗൺ വരെ അവിടെ വരെ എടുത്തില്ലേ? ഇനി പേഴ്സണൽ പ്രോനൗണില് 3 പേഴ്സൺസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? അപ്പൊ അനശ്വര ഏതാണ് ആ 3 പേഴ്സൺസ്? അനശ്വര ടീന? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ അല്ലെ? ഇതൊക്കെയെന്ന് പറഞ്ഞു അല്ലെ? ഇനി അത് കഴിഞ്ഞിട്ട് പൊസസീവ് പ്രോനൗണിനെ കുറിച്ച് പഠിച്ചു അല്ലെ? ഏതാണ് പൊസസീവ് പ്രോനൗൺ? ഏതൊക്കെയാണ്? മൈൻ, യുവേഴ്സ്, ഹിസ്, ഹെർ, ഇറ്റ്സ്, അവർ, theirs. ഇതെല്ലാം പൊസസീവ് പ്രോനൗണുകളാണ്. എന്തുകൊണ്ടാണ് പൊസസീവ് പ്രോനൗൺ എന്ന് പറയാൻ കാര്യം? ഓണർഷിപ്പ്, ഷോ ഓണർഷിപ്പ് അല്ലെ? അത് ഓണർഷിപ്പിനെ കാണിക്കുന്നു. ഇനി നമ്മളിപ്പോ പഠിച്ചത് റിഫ്ലെക്സീവ് ആണ് അല്ലെ? റിഫ്ലെക്സീവ് ഓർ എംഫാറ്റിക് പ്രോനൗൺ അല്ലെ? ഞാൻ പറഞ്ഞു അത് റിഫ്ലെക്സീവ് ആൻഡ് എംഫാറ്റിക് പ്രോനൗൺ എന്താണെന്ന്. പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് ഇത്തിരി വയ്യായ്ക ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നന്നായി പറഞ്ഞു തരാൻ പറ്റിയില്ല കേട്ടോ. ഏതാണ്? ആക്ഷൻ of the subject. Action of the subject turns back to or reflects upon the same subject. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്? പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ റിഫ്ലെക്സ് ആക്ഷനെ കുറിച്ച്? എവിടെ കേട്ടിട്ടുണ്ട് റിഫ്ലെക്സ് ആക്ഷനെ കുറിച്ച്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കെമിസ്ട്രിയില്. എവിടെ? ജോസിയ പറഞ്ഞോളൂ. കെമിസ്ട്രിയില്. കെമിസ്ട്രിയിലാണോ മോളെ? ബയോളജിയിലല്ലേ? ബയോളജിയിലാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ പഠിക്കുന്നത്. എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാ? ഒരു മിനിറ്റ് കേട്ടോ. എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ? ആരെങ്കിലും പറഞ്ഞു? അറിയാവുന്ന ആരെങ്കിലും, ആർക്ക് വേണമെങ്കിലും പറയാം റിഫ്ലെക്സ് ആക്ഷനെ കുറിച്ച്. നമ്മൾ ബയോളജി 10th ബയോളജിയിൽ പഠിക്കുന്നതാണ് റിഫ്ലെക്സ് ആക്ഷനെ കുറിച്ച് പഠിക്കുന്നതാണ് അല്ലെ? പറഞ്ഞോളൂ. ആർക്കറിയില്ല? ഞാൻ പ്രത്യേകം എടുത്ത് ചോദിക്കാം. ജയശ്രീ ഇതാരും ഇണ്ടാത്തെന്താ? നല്ല കുട്ടികളായിട്ട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്ത് ഞാൻ ചോദിക്കണതിനൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ക്ലാസ് നല്ല മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ? അല്ലേ നവ്യ PT? ഞാൻ പറയുന്ന ആരും കേൾക്കണില്ലേ? ആർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? എനിക്കൊരു സംശയം കൊണ്ടാണ് ഞാൻ ചോദിക്കണത്. നവ്യ, വിജേഷ് MS. നവ്യ പറഞ്ഞോളൂ. നവ്യ, സഡൻ ആക്ഷൻ ആണോ? സഡൻ ആക്ഷൻ എന്ന് പറയുമ്പോഴ് ഒരു കുട്ടിയോട് എന്ത് പറയുന്നു നമ്മള്? തീയിലെന്ത് ചെയ്യരുതെന്ന്, കൈവെക്കരുതെന്ന് പറയുന്നു അല്ലെ? പക്ഷെ ആ കുട്ടിയെ എന്ത് ചെയ്യുന്നു? വിരലിലൊക്കെ പെട്ടെന്ന് കൈവച്ചു അല്ലെ? കൈകൊള്ളുന്നു. എന്ത് ചെയ്യുന്നു? എന്താണ്? ബാക്ക് അല്ലെ? ഹിസ് ഫിംഗർ അല്ലെ? അവന്റെ ഫിംഗർ പുറകിലേക്ക്
വലിക്കാനും അല്ലെ. അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എത്ര നാഡികളുണ്ട്? പ്രേരക നാഡികള്, സംവേദനാഡി, സമ്മിശ്ര നാഡികൾ അല്ലെ. ഏത് പ്രേരക നാഡിയിൽ നിന്നും എന്താണ് സംവേദനാഡികള്, പ്രേരക നാഡികള്, പിന്നെ സമ്മിശ്ര നാഡികൾ എല്ലാം കൂടി ചേർന്ന് അവയിൽ നിന്നുള്ള പ്രേരകങ്ങളെ ഏതിൽ കടന്നു പോകുന്നു അല്ലെ. ബ്രെയിനിലൂടെ ഇങ്ങനെ ആക്സോണിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. ഓരോ ന്യൂറോണുകളിലൂടെയും കടന്നെത്തി ഓരോരോ ന്യൂറോണുകളിലൂടെ ഇലക്ട്രിക് അല്ലെ, ന്യൂറോ ഇലക്ട്രിക് ആയിട്ടുള്ള ചാർജസിലൂടെ കടന്നുപോയി അവസാനം എവിടെ എത്തുന്നു? ബ്രെയിനിലേക്ക് എത്തുന്നു. വിത്തിൻ മിനിറ്റ്സ് അല്ലെ, വിത്തിൻ സെക്കൻഡ്സ് അല്ലെ. വിത്തിൻ സെക്കൻഡ്സില് എന്ത് ചെയ്യുന്നു? ആ ഒരു മറുപടി, ആ റിപ്ലൈ അല്ലെ എങ്ങോട്ടേക്ക് തിരിച്ചെത്തുന്നു? നമ്മുടെ ഫിംഗറിലേക്ക് തിരിച്ചെത്തുന്നു അല്ലെ. തിരിച്ചെത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൈ പെട്ടെന്ന് വലിക്കുന്നു, ബാക്കിലേക്ക് വലിക്കാനിട വരുന്നു അല്ലെ. അപ്പോ അങ്ങനെയുള്ള ഒരു ആക്ഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അതേപോലുള്ള ഒരു ആക്ഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി, സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ, അതെന്ത് ചെയ്യുന്നു? ആ സബ്ജക്റ്റിന് എന്ത് ചെയ്യുന്നു? അതിവിടെ ചെയ്യുന്ന ആ പ്രവൃത്തി അതേ ഇതോടുകൂടി അതിലേക്ക് തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റിഫ്ലക്സ് എന്നുള്ള പേരാണ് വരാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? അന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അല്ല എങ്കിൽ ഈ സബ്ജക്റ്റിനെ എന്ത് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്? റിഫ്ലക്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഈ സബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു? റിഫ്ലക്സ് അപ്പോൺ ദ സെയിം സബ്ജക്റ്റ് അല്ലെ. ആ സെയിം സബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ സെയിം സബ്ജക്റ്റിന് ഇവിടെ എന്ത് ചെയ്യുന്നു? അതിനെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് എന്തിന്റെ പ്രധാന ധർമ്മം? എന്തിന്റെ? റിഫ്ലക്സീവ് പ്രോണൗണിന്റെ പ്രധാന ധർമ്മം. മനസ്സിലായോ അത്? അപ്പോ ഐ ഡിഡ് ഇറ്റ് അല്ലെ, ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. ഞാൻ തന്നെയാണ്, ഞാനാണ് ചെയ്തത്. ഐ ഡിഡ് ഇറ്റ്, ഞാൻ ചെയ്തു അല്ലെ. അപ്പോ ആരെങ്കിലും ഇടക്ക് കയറി നിങ്ങൾ ചെയ്ത ഒരു കാര്യം ഇടക്ക് കയറി എന്താണ്? നിങ്ങൾ ചെയ്ത ഒരു നല്ല കാര്യം ഇടക്ക് കയറി അവര് പറയാണ് ഇത് ഞാൻ ആണ് ചെയ്തതെന്ന് അയാൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും അല്ല, ഇത് ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ എവിടെ കൊണ്ട് റിഫ്ലക്ട് ചെയ്യിക്കുന്നു? റിഫ്ലക്സീവ് പ്രോനൗൺ കൊണ്ട് റിഫ്ലക്ട് ചെയ്യിക്കുന്നു. ഐ എന്നത് എന്തരും? മൈസെൽഫ്, ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പൊ സബ്ജക്റ്റിന് ഇവിടെ എന്തുകൊണ്ട്? ഈ റിഫ്ലക്റ്റീവ് പ്രോനൗൺ കൊണ്ട് എന്ത് ചെയ്യിക്കുന്നു? റിഫ്ലക്ട് ചെയ്യിക്കുന്നു. ഇത്രയും കാര്യം മനസ്സിലായോ? The umbrella is dash. Your വരോ? എന്ത് വരും? yours. The umbrella is yours അല്ലെ. മൈ എന്തായാലും വരില്ല അല്ലെ. യുവർ എന്തായാലും വരില്ല, ദം വരില്ല അല്ലെ. ഇവിടെ റിഫ്ലക്സീവ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോനൗൺ എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? യുവേഴ്സ്. റിഫ്ലക്സീവ് പ്രോനൗൺ യുവേഴ്സ് മാത്രമാണ്. അപ്പോൾ ഐ എന്നുള്ളത് എന്തായിത്തീരുന്നു? മൈസെൽഫ്. റിഫ്ലക്സീവ് പ്രോനൗണിലേക്ക് വരുമ്പോ മൈസെൽഫ്. യു എന്നുള്ളത് യു സിംഗുലറിലാണെങ്കിൽ യുവർ സെൽഫ്. യു പ്ലൂറൽ ആണെങ്കിൽ യുവർ സെൽസ്. വി ആണെങ്കിൽ അവർ സെൽസ്.
ഷീ ആണെങ്കിൽ herself, he ആണെങ്കിൽ himself, it itself, they themselves. Okay. മോനിഷ വിജയൻ, മോനിഷ വിജയൻ ഒന്ന് വായിച്ചേ. I, myself, you, yourself, you plural ആണെങ്കിൽ yourselves, we, ourselves, she, herself, he, himself, it, itself, they, themselves. Okay. എന്തുകൊണ്ടാണ് യു സിംഗുലർ എന്നും പ്ലൂറൽ എന്നും പറഞ്ഞത്? ദീപ്തി, ദീപ്തി റികേഷ്. അല്ലെ? ഇപ്പൊ നമ്മൾ ഒരാളെന്നുള്ള ഉദ്ദേശത്തിൽ യു അല്ലെ, നീ എന്ന് പറയുമ്പോൾ നമുക്ക് യുവർ സെൽഫ് എന്ന് ഉദ്ദേശിക്കാം. നിങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെന്ന് യുവർ സെൽഫ് എന്ന് യൂസ് ചെയ്യുക. ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത്? എംഫാറ്റിക് അല്ലെ, എന്താണ് എംഫസൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാല് emphasized അല്ലെ, emphasize എന്ന് വെച്ചാൽ എന്താണ്? അറിയോ ആർക്കെങ്കിലും? എടുത്തു പറയുക. അല്ലെ, ഒന്നുകൂടി എന്ത് ചെയ്യാ? ഊന്നി പറയുക അല്ലെ. ഒന്നുകൂടി ഊന്നി പറയുക എന്നുള്ളതാണ് എംഫസൈസ് ചെയ്യുക. അതാണ് എന്താണ് എംഫാറ്റിക് പ്രോനൗൺ അല്ലെ. അതായത് നമ്മൾ പറഞ്ഞൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് എന്ന് പറഞ്ഞു അല്ലെ, അത് ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ എന്താണ് ഇപ്പൊ പറയുന്നത്? they told him themselves. എന്താണ്? they told him themselves അല്ലെ, അവരോട് തന്നെ അവൻ എന്ത് ചെയ്തു? ചോദിച്ചു എന്നുള്ളതാണ്. അവർ അവരോട് തന്നെ ചോദിച്ചു എന്നുള്ളതാണ് അല്ലെ വന്നത്. അത് നമുക്ക് എന്താണ്, എന്തിന് ഉദാഹരണമാണത്? എന്തിന് എക്സാമ്പിൾ ആണ്? they told him themselves അല്ലെ. ആരും ഉണ്ടാത്ത എന്താ? എംപാറ്റിക് പ്രോനൗൺ. എംപാറ്റിക് അല്ലത്, അത് റിഫ്ലെക്സീവ് പ്രോനൗൺ ആണത്. ദേ അല്ലെ, അവര് അവനോട് തന്നെ ചോദിച്ചു. they told him themselves അല്ലെ. എന്നാൽ എംപാറ്റിക് പ്രോനൗണിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ themselves എന്നത് എവിടെയാ കിടക്കുന്നത്? ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് themselves കിടക്കുന്നത്. ആ themselves എവിടെയായിട്ട് വരുന്നു? സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ തന്നെ വരുന്നു അല്ലെ. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ എന്ത് ചേർക്കണം? ഈ ഒബ്ജക്റ്റീവ് പ്ലേസിൽ കിടക്കുന്ന റിഫ്ലെക്സീവ് പ്രോനൗണിനെ ചേർക്കണം. they themselves told him എന്നാണ്. അപ്പോ കൂടുതൽ എന്താണ് നമ്മൾ ഊന്നി പറയുന്നത്? എംഫാറ്റിക് ആയിട്ട്
നമ്മൾ അവിടെ ആ പ്രോനൗണിനെ എംഫാറ്റിക് ആയിട്ടുള്ള ഒരു പ്രാധാന്യം നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞു. മനസ്സിലായോ? നേരത്തെ പറഞ്ഞോട്ട് ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് എന്ന് പറഞ്ഞു അല്ലെ. ഇത് എംഫാറ്റിക് പ്രോനൗണിനെ കാണിക്കുന്നത് നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഇവിടെ എങ്ങനെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റും? ആദ്യം I myself I myself did it. മനസ്സിലായോ? അങ്ങനെ നമുക്ക് എംഫാറ്റിക് പ്രോനൗണിനെ നമുക്ക് ചേഞ്ച് ചെയ്യിക്കാം. ഇവിടെ ഏത് റിഫ്ലക്സീവ് പ്രോനൗൺ വരും? myself myself. ഞാൻ ഇനി ചോദിക്കുന്ന ആള് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. Tina Texan. I looked myself in the mirror. I looked myself in the mirror. Oh, very good. ഇവ നിന്റെ മൈസെൽഫ് ആണെന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ ഞാൻ റിഫ്ലക്സീവ് പ്രോനൗണിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു? റിഫ്ലക്സീവ് പ്രോനൗണിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അതിന്റെ സബ്ജക്റ്റിന്റെ ആക്ഷൻ ടേൺ ബാക്സ് ടു അല്ലെ, തിരിച്ചു തന്നെ അതിനെന്ത് ചെയ്യുന്നു? തിരിച്ചു വരുന്നു. ടേൺ ബാക്സ് ടു അല്ലെ, അതിന്റെ ആക്ഷൻ സബ്ജക്റ്റിലേക്ക് തന്നെ തിരിച്ചു വരികയോ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? ആ സബ്ജക്റ്റിന് എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്ത് കാണിക്കുകയോ ചെയ്യുന്നു അല്ലെ. അതാണെന്ന് പറയുന്നത് റിഫ്ലക്സീവ് പ്രോനൗൺ അല്ലെങ്കിൽ എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത്. അടുത്തത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്. Demonstrative pronouns means to show or identify one or a number of nouns that far or near in distance or time. That is demonstrative pronouns. അല്ലെ, ഒരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസിന്റെ എന്ന് പറയാം. അപ്പൊ നമ്മുടെ അടുത്തൊരു വസ്തു ഇരുന്നുവെങ്കിൽ ആ വസ്തുവിനെ ഏറ്റവും അടുത്തൊരു വസ്തു ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഇത് അല്ലെ, ഇത് ഒരു പേനയാണ് എന്ന് പറയും അല്ലെ. കുറച്ചും കൂടെ അകലെയാണെങ്കിലോ ഇവിടെ ഒരു നൗസിയ മാത്രമുള്ള എല്ലാം പറയാനായിട്ട്, ബാക്കി ആരും ഒന്നും ഉണ്ടില്ലേ? മിസ്സേ, ഇത് എക്സാമിന് ഇപ്പൊ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുക? ഇതിന്റെ എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക? ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കുറവാണ്. പക്ഷെ വരാൻ സാധ്യത റിലേറ്റീവ് പ്രോനൗൺസിൽ നിന്നാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ചാൻസ് റിലേറ്റീവ് പ്രോനൗൺസിൽ നിന്നാണ് വരാൻ ചാൻസ് കൂടുതൽ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ.
അപ്പോ നിയർ ആണെങ്കിൽ നമുക്ക് ദിസ് എന്നും ദാറ്റ് എന്നൊക്കെ ചേർക്കാം. അത് അടുത്താണെങ്കിൽ വസ്തു അടുത്താണെങ്കിൽ ദിസും ദാറ്റും അല്ലെ, ഇത് അതെന്നൊക്കെ ചേർക്കാം അല്ലെ. ഇനി ഇതിന്റെ പ്ലൂറൽ ഫോംസ് ആയിട്ടുള്ള കുറച്ചും കൂടി ഫാർ ആണെങ്കിൽ എന്താണ് എന്നും ദോസ് എന്നും അല്ലെ, ദോശ ആ ദോസ് എന്നും നമുക്ക് ഉപയോഗിക്കാം അല്ലെ. ഒരു ആപ്പിൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുട്ടി നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ആപ്പിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആപ്പിൾ എന്ന് പറയാം. ഇനി ഇത് ഫാർ ആണെങ്കിൽ നിയർ ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം, ഫാർ ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം. അപ്പൊ കുറച്ച് അകലെയാണ് ആപ്പിൾ ഇരിക്കുന്നതെങ്കിലോ, നമ്മളിൽ നിന്ന് കുറച്ച് അകലെയാണ് ഈ ആപ്പിള് ഇരിക്കുന്നതെങ്കിൽ, നമ്മളിൽ നിന്ന് കുറച്ച് അകലെ അല്ലെ, ഇതിപ്പോ നമ്മുടെ അടുത്ത് തന്നെ ആപ്പിൾ ഉണ്ട്, നമ്മുടെ കയ്യിൽ തന്നെയാണ് അല്ലെ. അപ്പൊ എന്താ പറയും, ദാറ്റ് ഈസ് ആൻ ആപ്പിൾ അല്ലെ, അതൊരു ആപ്പിൾ ആണ് എന്ന് പറയും. ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മള് അങ്ങനെ പറയും അല്ലെ. ഇനി ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്താ എന്താവും അല്ലെ. ഇനി കുറച്ചുകൂടി അകലെ ഇരിക്കാണ്, അപ്പൊ ദോശ. ഓക്കെ, ഇത്രയും പഠിച്ചാൽ മതിയാണ്. ഇനി ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ആയിട്ടുള്ളത്, ഡിസ്ട്രിബ്യൂട്ടീവ് ആൻഡ് ഇൻഡെഫിനിറ്റീവ്. ഡിസ്ട്രിബ്യൂട്ടീവ് ആൻഡ് ഇൻഡെഫിനിറ്റീവ് പ്രോനൗൺസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോ ഏതെങ്കിലും എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് എന്താണ് ഈ ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത്, അത് ഇൻഡെഫിനിറ്റിനെ കുറിച്ച് പറയാം. ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോനൗൺ അല്ലെ, which does not have a specific familiar referent അല്ലെ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫെമിലിയർ റെഫറൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെ. അതെന്താണ്, ഇന്ന കാര്യം ഇപ്പോ ഐ സോ സംവൺ അല്ലെ, എന്താണ് അർത്ഥമാക്കുന്നത്? ഐ സോ സംവൺ എന്ന് പറഞ്ഞാല് എന്താ അർത്ഥമാക്കുന്നത്? ഞാൻ ആരെയോ കണ്ടു അല്ലെ. ഈ ആരെയോ കണ്ടു എന്നുള്ളതില് ആരെന്നുള്ളത് പറയുന്നുണ്ടോ? ഇല്ല, സ്പെസിഫിക്കേഷൻ ഇല്ല. അപ്പൊ ഇവിടെ ഇല്ല, ഡസ് നോട്ട് എനി സ്പെസിഫിക്കേഷൻ, സ്പെസിഫൈഡ് റെഫറൻസ് അല്ലെ. ഒരു സ്പെസിഫൈഡ് റെഫറൻസ് അവിടെ ഉണ്ടായിരിക്കില്ല. അതിനെയാണ് എന്ത് പ്രോനൗൺ എന്ന് പറയുന്നത്? ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പോ സംബഡി, സമ്മൺ എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ഒരുപാട് എന്താണ് 16 ടൈപ്പോളം എന്ത് വരുന്നുണ്ട്, ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് വരുന്നുണ്ട്. 16 ടൈപ്പ് കേട്ടോ. സമ്മൺ, സം വെച്ചാണെങ്കില് സം, എനി, നോ, ഇത്രയും വെച്ച. അപ്പോ സംബഡി, someone, something, somewhere. ഇനി എന്താണ്, എനി വെച്ചാണെങ്കിൽ എനിബഡി, എനിവൺ, എനിത്തിങ്, എനിവേർ. നോ വെച്ചാണെങ്കിൽ നോബഡി, നോ വൺ, നത്തിങ്, നത്തിങ്, നോ വേ. അപ്പോ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും 16 ടൈപ്പ് ആയിട്ടുള്ള എന്ത് വരുന്നു, ഇൻഡെഫിനിറ്റീവ് പ്രോനൗൺസ് നിലവിലുണ്ട് അല്ലെ. അപ്പോ ഈ സംവൺ എന്നോ അല്ലെങ്കിൽ സംബടി എന്നോ നമുക്ക് എന്ത് ചെയ്യാം, ചേർക്കാം കേട്ടോ. ഇപ്പൊ ആരോ വിളിച്ചു എന്ന് പറഞ്ഞില്ല, ഒരു ഉദാഹരണം നമ്മൾ എഴുതി അല്ലെ, അല്ലെങ്കിൽ ആരോ വിളിച്ചു, ആരോ കണ്ടു അല്ലെ. ഐ സോ സംവൺ എന്ന് എഴുതിയാലും ഐ സോ സംബടി എന്ന് എഴുതിയാലും കറക്റ്റ് ആണെന്ന്, അതിൽ തെറ്റില്ല. എനിബഡി ആണെങ്കിലോ, എനിബഡി can you speak to me എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആർക്കെങ്കിലും എന്നോട് സംസാരിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചതല്ലേ.
ആണോ? അതെ. അതെ അല്ലേ? അപ്പോ അങ്ങനെ അപ്പോ ഈ 16 ടൈപ്പ് ഉള്ളത് നമുക്ക് എവിടെ, നമുക്ക് അതിനകത്ത് ഏതിലായ ഈ പറയുന്ന ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോ എനിവെയർ എന്നുള്ളതും എനി വെച്ചുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ മേക്കിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യനിലാണ് എനിവെയർ എന്നും എനിപടി എന്നും പിന്നെന്താണ് എനിവൺ എന്നൊക്കെ നമ്മൾ ചേർക്കുന്നത് ക്വസ്റ്റ്യനിലാണ് നമ്മൾ ചേർക്കുന്നത്. എന്നാൽ സം വെച്ചുള്ളതൊക്കെ ചേർക്കുന്നത് നമ്മൾ ഏതിലായിരിക്കുള്ളൂ? ഒരു സെന്റൻസിന്റെ ഇടയിലായിരിക്കും, സെന്റൻസിലായിരിക്കുള്ളൂ. ഈ സംവൺ, സംവെയർ, ഐ വാണ്ട് ടു ഗോ സംവെയർ അല്ലെ, എനിക്ക് എവിടെയെങ്കിലും ഒക്കെ പോണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സെന്റൻസിലായിരിക്കും അത് ഉപയോഗിക്കുന്നത്. ഇനി ഡിഡ് യു എനിവൺ കോൾ മീ അല്ലെ, എന്താണ് അല്ല ഹാസ് എനിവൺ കോൾ മീ, എന്നെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കാം അല്ലെ. ഡിഡ് എനിബഡി കം ഹിയർ അല്ലെ, ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാം അല്ലെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാം? ഈ എനി വെച്ചുള്ള ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ ആയോ? ഓക്കെ ഓക്കെ മിസ്. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസിനെ കുറിച്ചാണ് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണില് ഒരു എന്താണ്, ഇറ്റ് ഈസ് വൺ ഓഫ് എ ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഈച്ച് ഓഫ് എ ഗ്രൂപ്പ്, ഏത് എന്താണ് ഓരോരോ ഗ്രൂപ്പുകള് എന്താണ് സെപ്പറേറ്റ്ലി അല്ലെ, എന്താണ് വ്യത്യസ്തങ്ങളായിട്ട് വരുന്ന ഓരോ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് വരുന്നതോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി പറയുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഈച്ച്, എവരി, neither, neither. കേട്ടിട്ടുണ്ടോ ഇതൊക്കെ അല്ലെ? കേട്ടിട്ടുണ്ട്. എക്സാമിന് ചോദിക്കാറൊക്കെ ഉള്ള സംഭവങ്ങളാണ് അല്ലെ. ഇതൊക്കെ തന്നെ നെയ്തർ വെച്ചിട്ട് ചോദിക്കാറുണ്ട് അല്ലെ, ചോദിക്കാറില്ലേ? കുറച്ച് ദിവസമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോ ഈച്ച് എന്നുള്ളത് എന്തിനുള്ള റെഫറൻസ് ആണെന്നറിയോ? give them two എന്താണ് for two or more than two. രണ്ടിൽ കൂടുതലോ ആളുകൾ വരുമ്പോഴാണ് നമുക്ക് ഈച്ച് എന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. എപ്പോഴാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ? for two or more than two കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അവിടെ ഈച്ച് എന്ന് ഉപയോഗിക്കാം. എവരി എന്ന് പറയുന്നത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ഈച്ച് എന്നുള്ളത് two or more than two അല്ലെ. എവരി എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? എല്ലാവരും അല്ലെ. എപ്പോഴാണ് നമ്മൾ എവരിബഡി എന്നൊക്കെ ഉപയോഗിക്കാറ്, എല്ലാവരുടേത്. ഇനി എയ്തർ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? എയ്തർ അല്ലെ. എയ്തർ ഓഫ് മൈ ടു ഡ്രസ്സസ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞാല് ഇതിൽ രണ്ടില് ഏതെങ്കിലും ഒരു ഡ്രസ്സാണ് നല്ലതെന്നാണ് അർത്ഥം അല്ലെ. എനി വൺ ഓഫ് ദ ടു, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്നാണ് അർത്ഥം അല്ലെ. നെയ്തർ ആണെങ്കിലോ നോട്ട് എനി ഓഫ് ദ ടു. മനസ്സിലായോ? ഇത് പഠിച്ചിരിക്കണം. ഈച്ച് എന്ന് പറയുന്നത് ടു ഓർ മോർ ദാൻ ടു അല്ലെ. രണ്ടോ അതിൽ കൂടുതലോ വരുന്നതാണ്. രണ്ടിൽ കൂടുതലോ വരുമ്പോ നമുക്ക് എന്ത് ചേർക്കാം? ഈച്ച് അല്ലെ ചേർക്കാം. എയ്തർ ആണെങ്കിലോ ഇപ്പൊ എന്താണ് രണ്ട് ബുക്കുകൾ കാണിച്ചിട്ട് പറയുകയാണ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക് ഏതാന്ന് ചോദിച്ചത്, നിങ്ങൾ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് എന്താണ്?
ഇത് രണ്ടിലേത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഇതാണ് നമുക്ക് ഇഷ്ടമായതെന്ന് നമുക്ക് പറയണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ എയ്തർ ഉപയോഗിക്കാം. ഇനി നെയ്തർ ഇത് രണ്ടും എനിക്ക് ഇഷ്ടായില്ല എന്ന് ഉപയോഗിക്കാനായിട്ട് എന്ത് ചെയ്യാം? നെയ്തർ ഉപയോഗിക്കാം. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായി. ഇനി ഓരോ വിദ്യാർത്ഥിയും നന്നായി എഴുതുന്നുണ്ട് എന്ന് നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും? ഓരോ വിദ്യാർത്ഥി എവരെയാണ്? എങ്ങനെയായിരിക്കും? ഓരോ വിദ്യാർത്ഥിയും എന്നാണ്. നമ്മളപ്പോ ഈച്ച് ചേർക്കോ, എവരി ചേർക്കോ, എയ്തർ ചേർക്കോ, നെയ്തർ ചേർക്കോ? ആ, അപ്പൊ ഈച്ച് സ്റ്റുഡൻസ്. Each students. each student writes very well. അല്ലേ? each student Write very well. writes very well. അല്ലേ? writes very well. അവര് നന്നായിട്ട് എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഇനി വേറൊരു ഉദാഹരണം തരാം. ഇതെന്ത് ചെയ്യും? ഞങ്ങളിൽ ഒരാൾക്ക് പ്രൈസ് നേടാൻ കഴിയും. ഞങ്ങളിൽ ഒരാൾക്കാണ് അല്ലെ. അപ്പൊ ഇവിടെ എത്ര പേരുണ്ട്? രണ്ടുപേര്. രണ്ടുപേര്. രണ്ടുപേരാണെങ്കിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഈച്ച്. ഇല്ല, രണ്ടും രണ്ടും രണ്ടുണ്ടെങ്കിൽ ഈച്ച് ഉപയോഗിക്കാം. രണ്ടുപേരുണ്ടെങ്കിൽ നമുക്ക് എഴുതാം കേട്ടോ. എഴുതണോ? either of us either of us can get a prize. അല്ലെ? ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരാൾക്ക് എന്ത് കിട്ടും? പ്രൈസ് കിട്ടും. ഇനി ഞാൻ പറയാണ് ഞങ്ങൾ ആർക്കും പ്രൈസ് കിട്ടില്ല എന്നിങ്ങനെ എഴുതും. Neither of us neither of us can get prize അല്ലെ. അപ്പൊ നെയ്തർ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് മീനിങ് ആണെന്ന് വിചാരിച്ചോളണം. നെഗറ്റീവ് മീനിങ് ആയിരിക്കും അവിടെ വരുന്നത്. സിദ്ധാർത്ഥ് VS, ഇതെങ്ങനെ നമ്മൾ പറയാം? ഞങ്ങളിൽ ആരെങ്കിലും നിന്നെ ക്ഷണിക്കും. Either of us. I invite. സിദ്ധാർത്ഥ് പറഞ്ഞോളൂ. I invite. അയ്യോ. സിദ്ധാർത്ഥ, രണ്ടുപേരുണ്ടെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത്? ഈച്ച് ഉപയോഗിക്കോ, എഴുതർ ഉപയോഗിക്കോ, നെയ്തർ ഉപയോഗിക്കോ? Each.
ഈച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരുണ്ടാവും? ഞങ്ങളിൽ ആരെങ്കിലും എന്നാ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? ചിലപ്പോ ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും അല്ലെ, ആരെങ്കിലും നിന്നെ ക്ഷണിക്കും എന്നാ പറഞ്ഞത് അല്ലെ. അപ്പോ ആരെങ്കിലും ആണ് അല്ലെ. ഈച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ആണ് അല്ലെ. അപ്പൊ ഞങ്ങളിൽ ആരെന്ന് പറയുമ്പോ അങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോ എന്തിറക്കണം? എയ്തറോ. മനസ്സിലായോ? എന്തിറക്കണം? either of us can invite you അല്ലെ. ഞങ്ങൾക്ക് രണ്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമാണ് നിന്നെ വന്ന് ക്ഷണിക്കാൻ പറ്റുകയുള്ളൂ അല്ലെ. ഇനി ഞാൻ പറയുകയാണ് ഞങ്ങൾ ആർക്ക് സമയത്ത് വന്ന് ക്ഷണിക്കാൻ പറ്റില്ല എന്നെങ്ങനെ പറയും? അപ്പൊ എന്ത് ഉപയോഗിക്കണം? നെയ്തർ ഉപയോഗിക്കണം കേട്ടോ. ആ എഴുതന്റെ സ്ഥാനത്ത് എന്തായിരിക്കണം? അത് നെയ്തർ ചേർത്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് മീനിങ് ആണ്. either of us can invite you എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും നിന്നെ വന്ന് ക്ഷണിക്കാൻ പറ്റില്ല എന്ന് എഴുതിക്കൊള്ളണം. ഇത്ര മനസ്സിലായല്ലോ? മനസ്സിലായി. ഫോൺ പോയല്ലോ. ഇതൊക്കെ പരീക്ഷക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. CSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണോ മിസ്സേ? എന്താണ്? CSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണോ മിസ്സേ ഇത്? ഇത് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിലേതാ വരിക അല്ലെ? നമ്മളിപ്പോ ഇവിടെ എന്ത് നോക്കണം? അല്ല, either ആണോ? ഇവിടെ എന്താണ്? ഡാഷ് ഓഫ് ദ 2 cows gives 10 liters of അപ്പൊ അവര് രണ്ടുപേരുണ്ട് അല്ലെ. രണ്ടുപേര് എന്ത് നൽകുന്നു? 10 liters of milk. ഞാൻ പറഞ്ഞതല്ലേ, രണ്ടുപേരിൽ ഒരാൾക്ക് തരാൻ പറ്റുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ. അതാണ് പറഞ്ഞത്. അർത്ഥം അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ഡാഷ് ഓഫ് ദ 2 cows അല്ലെ, രണ്ടുപേര് കൊടുക്കുന്നുണ്ട് അല്ലെ. എന്താ? 2 cows gives 10 liters അല്ലെ. രണ്ടുപേരിൽ പറഞ്ഞോ? രണ്ടുപേരിൽ ഒരാളാണിപ്പോ എന്താണ്? either of 2 cows എന്ന് ഞാൻ രണ്ടുപേരും എന്ത് നൽകുന്നു എന്നാ പറഞ്ഞത്? പാല് തരുന്നു അല്ലെ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്താണ്? each of the 2 cows gives 10 liters of milk. ഓരോ രണ്ട് പശുക്കളും രണ്ടുപേരും എന്ത് ചെയ്യുന്നു? എത്ര പാല് തരുന്നു? 10 liters of milk തരുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി ഇതും ചോദിച്ചിട്ടുള്ളതാണ്. മുടി കട്ടിക്ക കൊണ്ടടി each of 2 ഇതിൽ ഏതായിരിക്കും പറഞ്ഞത്? ഏതാണ്? either അല്ലെ. രണ്ടിലെ ഒരു കുട്ടിക്ക് മാത്രമാണ് എവിടെ നിൽക്കാൻ പറ്റുള്ളൂ? സ്റ്റാൻഡ് ഫസ്റ്റ് അല്ലെ. either of. ഓക്കെ. അടുത്തെടുത്തോട്ടെ ഞാൻ.
ആ. ഇതൊക്കെ ഞാൻ ഇനി പറഞ്ഞത് റിലേറ്റീവ് പ്രോനൗൺസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതിനിടയ്ക്ക് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ഉണ്ട്, റെസിപ്രോക്കൽ പ്രോനൗൺ ഉണ്ട്. റെസിപ്രോക്കൽ പ്രോനൗൺ എന്ന് ഞാൻ പറഞ്ഞേക്കാം, ചിലപ്പോ അതിലൊക്കെ മിക്കവാറൊക്കെ ചോദിക്കാറുണ്ട് റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ പ്രോനൗൺ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ വരുന്നത് ഏതാണ്? ഈ റെസിപ്രോക്കൽ ദാറ്റ് എക്സ്പ്രസ് ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് കേട്ടോ. ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുകയാണ് ആര്? റെസിപ്രോക്കൽ പ്രോനൗണിലൂടെ ചെയ്യുന്നത്. ഫ്യൂച്ചറായിട്ട് അന്യോന്യമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്ത്? റെസിപ്രോക്കൽ പ്രോനൗൺ. അപ്പോ ഈച്ച് അതറും വൺ അനദറുമാണ് അതില് വരുന്നത്. ഏതൊക്കെയാണ്? ഈച്ച് അനദർ ആൻഡ് വൺ അനദർ. ഈച്ച് അതർ എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ഈച്ച് അതർ ദാറ്റ്സ് യൂസ്ഡ് ഫോർ ടു. രണ്ടുപേരുള്ളതിനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈച്ച് അതർ എന്ന് ഉപയോഗിക്കുന്നത്. വൺ അനദർ എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ മോർ. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടിൽ കൂടുതൽ ആളുകൾ അല്ലെ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ഉപയോഗിക്കാം? വൺ അനദർ ഉപയോഗിക്കാം. ഈച്ച് അതർ എന്ന് പറയുന്നത് എന്താണ്? അന്യോന്യം. കേട്ടിട്ടുണ്ടോ അന്യോന്യം? അന്യോന്യം. വൺ അനദർ എന്ന് വെച്ചാൽ മീനിങ് പരസ്പരം. ഓക്കെ ഓക്കെ. അപ്പോ വൺ അനദർ എന്ന് വെച്ചാൽ എന്താ മീനിങ് വരുന്നത്? സ്വാതി സ്വാതി പരസ്പരം 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 അല്ലെ. ഈച്ച് അതർ എന്ന് പറയുന്നത് അന്യോന്യം. അന്യോന്യം. അത് വെച്ചിട്ട് ഏതെങ്കിലും ഫേമസ് ക്യാപ്ഷൻ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഫേമസ് ക്യാപ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയോ? ഏതെങ്കിലും ഒരു ഫേമസ് ക്യാപ്ഷൻ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ ഈച്ച് അതർ വെച്ചിട്ട്? മെയ്ഡ് ഫോർ ഈച്ച് അതർ. വെരി ഗുഡ്. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ. അപ്പോ ഞങ്ങൾ എന്താണ് അന്യോന്യം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈച്ച് അതർ എന്ന് ഉപയോഗിക്കുന്നത്. വൺ അനദർ ഉപയോഗിക്കുന്നത് പരസ്പരം എന്നുള്ള അർത്ഥത്തില്. അതായത് കൂടുതൽ പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് വൺ അനദർ എന്ന് ഉപയോഗിക്കാം. രണ്ടു പേരുള്ളെങ്കിൽ നമുക്ക് അന്യോന്യം എന്ന് ഉപയോഗിക്കാം. ഓക്കെ. വി ഹാവ് ഡാഷ്. ഇവിടെ രണ്ടർത്ഥത്തിന് നമുക്ക് വേണമെങ്കിൽ വി ഹെൽപ്പ് ഉപയോഗിക്കാം അല്ലെ. നമ്മൾ അന്യോന്യം സഹായിക്കണം അല്ലെ. ഇവിടെ രണ്ടുപേരുള്ളെങ്കിൽ അല്ലെ, ഈ എന്താണ് രണ്ടു പേരുള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നൗസിയും രേവതും മാത്രമല്ലേ, അവർ രണ്ടുപേരും ഇവിടെ ഉള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് പറയാം? നമ്മൾ രണ്ടുപേരും അന്യോന്യം സഹായിക്കണം എന്ന് പറയുക അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കാം? വി ഹെൽപ്പ് ഈച്ച് അതർ. ഇനി ഇവിടെ പറയുന്നു നമ്മൾ പരസ്പരം സഹായിക്കണം. ഒരുപാട് പേരുണ്ടെന്ന് വിചാരിക്കൂ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ എന്ത് ചെയ്യാൻ? ഒരുപാട് പേര് നമ്മൾ പരസ്പരം സഹായിക്കണം. വി ഹെൽപ്പ് വൺ അനദർ. The couple spoke to dash. The couple spoke to ഈച്ച് അതർ. ഈച്ച് അതർ അല്ലേ. അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെന്നാണ് പറഞ്ഞത്. All of them hate dash. One another. One another. One another.
ഓക്കെ, ഇനി അത് മനസ്സിലായിട്ടുണ്ട് അല്ലെ? ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടി? യൂസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെ WH ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെ? WH ആയിട്ടുള്ളതൊക്കെ എന്താണ് യൂസിങ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഹൂസ്, വാട്ട്, വിച്ച്, ഇതെല്ലാം നമ്മള് അതിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഹൂ ഉപയോഗിക്കുന്നത് റെഫർ ടു പേഴ്സൺ. ഹൂ ഉപയോഗിക്കുന്നതും പേഴ്സണെ റെഫർ ചെയ്യാനാണ്. പിന്നെ ഹൂസ് ഒരു പൊസഷൻ ആണ്, ആരുടെ എന്നറിയാനാണ് പൊസഷനായിട്ട് ഉപയോഗിക്കുന്നു. വേർ എന്നുള്ളത് എന്താണ്? ഏതാണ്? പ്ലേസ് അല്ലെ? ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മള് വേർ ഉപയോഗിക്കുന്നത്. വൈ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? റീസൺ വരുമ്പോഴാണ് നമ്മള് വൈ ഉപയോഗിക്കുന്നത്. വാട്ട് ഉപയോഗിക്കുന്നത് ഐഡിയാസും തിങ്സും അല്ലെ? അതിനൊക്കെ പകരമായിട്ട് നമുക്ക് വാട്ട് ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത്, വിച്ച് എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമുക്ക് അതെല്ലാം എന്തിനെ വസ്തുക്കളെയും അല്ലെങ്കിൽ പേഴ്സണെയും അനിമൽസിനെയും ഒക്കെ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് നമുക്ക് വിച്ച് എന്ന ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇനി റിലേറ്റീവ് പ്രോനൗൺസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് റിലേറ്റീവ് പ്രോനൗൺസ്. റിലേറ്റീവ് പ്രോനൗൺസില് നേരത്തെ പറഞ്ഞ ഹൂ, ഹൂസ്, whom, that, what, which, അങ്ങനെ പോട്ടെ. വേറെ ഹൂസ് എഴുതിയോ? ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലെ? ഇതെല്ലാം ഇങ്ങനെ എന്തിന് പെട്ടതാണ്? റിലേറ്റീവ് പ്രോനൗൺസില് പെട്ടവയാണ് ഇവയെല്ലാം അല്ലെ? അപ്പോ ഒരു നൗണിനോ പ്രോനൗണിനോ പകരമായി വരുന്ന നൗൺ ഫോം ആണ് എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഒരു നൗണിനോ പ്രോനൗണിനോ പകരമായിട്ട് അല്ലെ? നമ്മൾ ഷീ എന്നും ഹീ എന്നൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ അവിടെയൊക്കെ നമുക്ക് അതിനനുസരണമായിട്ടുള്ള മറ്റൊരു റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോ ഹൂ ആയിരിക്കുള്ളൂ, ഹൂ എന്ന റിലേറ്റീവ് പ്രോനൗൺ ചിലപ്പോ ഹൂമായിരിക്കുള്ളൂ, ചിലപ്പോ ഹൂസ് ആയിരിക്കുള്ളൂ അല്ലെ? ഇങ്ങനെ വരുന്ന റിലേറ്റീവ് പ്രോനൗൺസ് ഇതിന് പകരമായിട്ട് നൗണിനോ പകരമായിട്ട് വരുന്ന നൗൺസിനെയാണ് റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. അതിൽ ആപേക്ഷികമായി നിൽക്കുന്ന എന്നാണ് അർത്ഥം. മനസ്സിലായോ? അതപ്പോ ഒരു നൗണിനോ പ്രോനൗണിനോ അതിന് ആപേക്ഷികമായി വരുന്ന മറ്റൊരു പദമാണ് എന്ന് പറയുന്നത് ഈ റിലേറ്റീവ് പ്രോനൗൺ എന്ന് അർത്ഥമാക്കുന്നത്. ഇപ്പോ ഐ സോ എ മാൻ, he was blind എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ എന്താണ് ഐ സോ എ മാൻ ഡാഷ് വാസ് ബ്ലൈൻഡ് അല്ലെ? ഇപ്പൊ ഇവിടെ പ്രോനൗൺ ആയിട്ട് കിടക്കുന്ന ഏതാണ്? ഹീ ആണ് അല്ലെ? ഈ ഹീക്ക് പകരമായിട്ട് നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം? റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാം അല്ലെ? അപ്പൊ എന്ത് വരും? ഐ സോ എ മാൻ പേഴ്സൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹൂ ഉപയോഗിക്കാം അല്ലെ? വാസ് ബ്ലൈൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഹൂ എന്തിനെ റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നു? പേഴ്സൺ കേട്ടോ. ഹൂം അതും പേഴ്സണെ തന്നെ റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഹൂസ് പൊസഷൻ ആണ്. അപ്പോ പേഴ്സൺ, ആനിമൽസ്, തിങ്സ്, റിവേഴ്സ്, കൺട്രീസ് ഒക്കെ എന്തിന് വരുന്നു? എന്തിലേക്ക്? ഈ ഹൂസ് എന്നതിന്റെ
റിലേറ്റീവ് പ്രോനൗൺ അന്നേരത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഏതെല്ലാം? പേഴ്സണും ആനിമൽസോ തിങ്സോ റിവേഴ്സോ കൺട്രീസോ ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഹൂസിനെ നമുക്ക് റെഫർ ചെയ്യാം. ഇനി ദാറ്റ് എന്നുള്ളത്, ദാറ്റ്, പേഴ്സൺ, തിങ്സ്, ആനിമൽസ് അല്ലെ, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ദാറ്റിനെ യൂസ് ചെയ്യാം. വിച്ച് എന്ന് പറയുന്നത് എന്തിനാണ്? തിങ്സിനെയും അനിമൽസിനെയും മാത്രം എന്ത് ചെയ്യാൻ റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് എന്നുള്ളത് ഐഡിയാസ്, തോട്ട്സ്, തിങ്സ് കേട്ടോ. ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വാട്ട് ഉപയോഗിക്കാം. മനസ്സിലാവുണ്ടോ മക്കളെ? വാട്ട് ഏതാ പറഞ്ഞ? വാട്ട് വാട്ട് ഏതാ പറഞ്ഞ? വാട്ട്, ഐഡിയ, തിങ്സ് കേട്ടോ. ഓക്കെ. ഇപ്പോ ഞാൻ ഉദാഹരണം എഴുതാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലായിക്കോ. I visited my friend she was sick. I visited my friend she was sick അല്ലേ? അപ്പോ ഇവിടെ നമുക്ക് എന്തെന്ന് ചേർക്കാം? റിലേറ്റീവ് പ്രോനൗൺ ഏത് ചേർക്കാൻ പറ്റും? ഹൂ. ഹൂ ചേർക്കാൻ പറ്റും. അപ്പൊ പറഞ്ഞോളൂ. I visited my my friend my friend who was sick. who was sick. Very good. My friend visiting India. My friend is visiting കേട്ടോ. My friend is visiting India this Sunday അല്ലേ? എന്റെ ഫ്രണ്ട് ഈ സൺഡേയില് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യും അല്ലേ? He lived in Spain അല്ലെ? അവൻ എവിടെയാ ജീവിക്കുന്നത്? He lives in എവിടെയാ? He lives in Spain അല്ലെ? സ്പെയിനിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മൈ ഫ്രണ്ട് ഈസ് വിസിറ്റിംഗ് ഇന്ത്യ ദിസ് സൺഡേ ഹൂ ലിവ്സ് ഇൻ സ്പെയിൻ അങ്ങനെ എഴുതാം അല്ലെ? പക്ഷേ ഏറ്റവും റിലേറ്റീവ് പ്രോനൗണിന്റെ പ്രധാന ധർമ്മം എന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ ആരെ കുറിച്ചാ പറയുന്നത്? my friend മൈ ഫ്രണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മൈ ഫ്രണ്ട് എന്ന് എഴുതുക. മൈ ഫ്രണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം? റിലേറ്റീവ് പ്രോനൗൺ ചേർക്കണം. മൈ ഫ്രണ്ട് കഴിഞ്ഞിട്ട് ഏതാണ്? റിലേറ്റീവ് പ്രോനൗൺ അല്ലെ? ആരെ കുറിച്ചാണ്? ഒരു വ്യക്തിയെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ ഏത് റിലേറ്റീവ് പ്രോനൗൺ ചേർക്കണം? മൈ ഫ്രണ്ട് ഹൂ കഴിഞ്ഞിട്ട് എന്താണ്? എവിടെയാ ജീവിക്കുന്നത്? lives in Spain. അപ്പോ who lives in Spain. സ്പെയിൻ. എന്നിട്ട് ഇനി നമുക്ക് ഫ്രണ്ട് വേണോ? അവിടെ കിടക്കണ മൈ ഫ്രണ്ട് ഇനി നമ്മൾ ചേർക്കണോ? വേണ്ട അല്ലേ? അത് കഴിഞ്ഞിട്ടുള്ളത് ഹെൽപ്പിംഗ് വെർബോട് കൂടി ഈസ് വിസിറ്റിംഗ് India this India this Sunday. My friend who lives in Spain is visiting India this Sunday അല്ലേ? നമ്മൾ വളച്ചൊടിച്ച് കാര്യം പറയുന്നതിന് ഭേദം നമ്മൾ എന്ത് ചെയ്യുന്നു?
നേരെ കാര്യം പറഞ്ഞു എന്ന് മാത്രം അല്ലെ. നേരിട്ട് തന്നെ നമ്മള് കാര്യം പറഞ്ഞു കഴിഞ്ഞു. എന്റെ ഫ്രണ്ട് ഈ ആഴ്ച വരുന്നത് എന്താണ്, എന്റെ ഫ്രണ്ട് എവിടെയാണ്, സ്പെയിനിലുള്ള എന്റെ ഫ്രണ്ട് അടുത്ത ആഴ്ച ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് എന്നുള്ളത് നമ്മള് പറഞ്ഞു കഴിഞ്ഞു. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ ആരെ കുറിച്ചാ പറയുന്നത്? ഓണ്ടിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പോ എന്റെ അടുത്തിരിക്കുന്നവൾ ആരാണോ അവള് എന്റെ ആരാണ്, അവളാണ് എന്റെ ആന്റിയാണ് അല്ലെ. അപ്പൊ അവൾ എന്ന പദമാണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിച്ചു വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് എഴുതണം? ഏറ്റവും ആദ്യം ഞാൻ എന്തെഴുതണം? അവളാണ് എന്റെ ആന്റി എന്നാക്കണം അല്ലേ. അപ്പൊ ഏറ്റവും ആദ്യം ആര് വരണം? ഷീ അല്ലേ. ഷീ. അത് കഴിഞ്ഞിട്ട് എന്താ വരേണ്ടത്? നൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ റിലേറ്റീവ് പ്രോണൗൺ അല്ലെ. ഷീ ഹൂ എന്ത് വരും? was sitting next to me. എന്ന് വീണ്ടും ഷീ നമുക്ക് ഇവിടെ വേണോ? വേണ്ട. അപ്പൊ ഈസ് മൈ aunt. ഓക്കെ ഓക്കെ തോന്നുന്നു, ഞാൻ വിചാരിക്കണം. ഓക്കെ ഞാൻ കിട്ടാത്തുണ്ടോ? ഇനി റിലേറ്റീവ് പ്രോനൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പോഴും മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ് വിച്ച് ആൻഡ് ദാറ്റ്. വിച്ചിന്റെയും ദാറ്റിന്റെയും പ്രയോഗം. വിച്ചിന്റെയും ദാറ്റിന്റെയും എപ്പോഴാണ് വിച്ച് എന്ന് വെച്ചാൽ എന്തെന്നാണ്? അത് ഇതൊക്കെ പറയൂല്ലേ അല്ലെ. ഏത് അത് ഇതൊക്കെ നമ്മള് ഉപയോഗിക്കും അല്ലെ. അപ്പൊ ഇതിന്റെ പ്രയോഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷില് വിച്ചും ദാറ്റും ഉപയോഗിക്കുന്നത് നോൺ ഹ്യൂമൻ ബീയിങ്ങിന്റെ ബീയിങ്ങോ ഇൻആനിമേറ്റ് ആയിട്ടുള്ളവയെ ഡാഷിന് മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അല്ലെ, ബിഫോർ ഓർ ആഫ്റ്റർ ദ ഡാഷ്. ഇൻ ദ ക്വസ്റ്റ്യൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ഡാഷ് യു ക്യാൻ യൂസ് വിച്ച് ഓർ ദാറ്റ്. മനസ്സിലായോ? അപ്പോ കണ്ടീഷൻ എന്തൊക്കെയാണ്? നോൺ ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം അല്ലെ, അല്ലെങ്കിൽ ഇൻഅനിമേറ്റ് ആയിരിക്കണം. നോൺ ഹ്യൂമൻ ബീയിങ് ഓർ ഇൻഅനിമേറ്റ് സബ്ജക്ട്സിനെ നൗൺസിനെ ഡാഷിന് മുന്നിലായിട്ട് കണ്ടു കഴിയുകയോ അല്ലെങ്കിൽ അതിന് ശേഷം കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചേർക്കണമെന്നാണ് നിയമം? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ചേർക്കണം. ഓക്കെയോ? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ചേർക്കുക.
This road dash takes you to the railway station. അല്ലെ? ഡാഷിന് മുന്നിൽ നോക്കുക. എപ്പോഴും ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഡാഷിന് മുന്നിൽ എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെ? ഡാഷിന് മുന്നിൽ കിടക്കുന്നത് ഏതാണ്? ഏത് നൗണാണ്? റോഡ് എന്നുള്ളത്. അല്ലെ? ഈ റോഡ് ജീവനുള്ളവയാണോ? മനുഷ്യനാണോ? അല്ല. അല്ലെ? അപ്പോ അവിടെ നമ്മൾക്ക് എന്ത് ചേർക്കാം? അല്ലെങ്കിൽ ചേർക്കാം. അപ്പൊ ക്വസ്റ്റ്യനില് ഈ രണ്ട് ഓപ്ഷനും കൂടി വരില്ല. ഒന്നില്ലെങ്കിൽ വിച്ച് വരും, അല്ല എങ്കിൽ ഡാഷ് വരും, ദാറ്റ് വരും. കേട്ടോ? എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? രേവതി, സംശയമുണ്ടോ ഞാൻ ഈ പറഞ്ഞതില്? എന്താണ് ഒന്നുകൂടി ചോദിച്ചേ? വിച്ച് എവിടേക്ക് വരാന്ന് പറഞ്ഞില്ലേ? വിച്ചോ പറയാം. വിച്ച് എവിടെയാ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നോളാം കേട്ടോ. ഇപ്പൊ വിച്ചും ദാറ്റും എവിടെ വരുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പോ ഡാഷിന്റെ മുന്നില് എന്താണ് ഇൻഅനിമേറ്റോ നോൺ ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള നൗൺസിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കുക. എന്നാൽ ഈ നമ്മൾക്ക് ഒരു സംശയം ഉണ്ടായി, എപ്പോഴാണ് വിച്ച് ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് ദാറ്റ് ഉപയോഗിക്കണമെന്ന്. ഞാൻ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ദിസ് റോഡ് കഴിഞ്ഞിട്ട് ഞാനൊരു കോമ ഇട്ടിട്ട് ഡാഷ് ഇട്ടു എങ്കിൽ നിങ്ങൾക്ക് വിച്ച് മാത്രം ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? വെറും ഡാഷ് ആണെങ്കിൽ, വെറുതെ ഡാഷ് ആണ് ഇട്ട് തന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. പക്ഷേ ഈ ഡാഷിന് മുന്നിലായിട്ട് ഒരു കോമ കണ്ടു കഴിഞ്ഞാല് ദാറ്റ് ഉപയോഗിക്കാനുള്ള പെർമിഷൻ നിങ്ങൾക്കില്ല. അവിടെ വിച്ച് മാത്രം ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. ഓക്കെയോ? ഓക്കെ. അടുത്ത ക്ലാസ്സിന് ബാക്കിയുള്ളവരുടെ ദാറ്റ് ഉപയോഗിക്കേണ്ടത് എവിടേക്കായിരുന്നു പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇംഗ്ലീഷില് എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടോ? പറയാം. ഇപ്പോൾ എന്തെങ്കിലും സജഷൻസ്, എന്തെങ്കിലും ചേഞ്ചസോ മാറ്റങ്ങളോ അങ്ങനെ, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ എടുത്തു പോയാൽ മതിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മാറ്റം വരുത്തണോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പറഞ്ഞോളൂ. ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു തമ്പ് എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഇമോജീസ് എനിക്ക് നൽകാം. ഇതേപോലെ തന്നെ മതി അല്ലേ? ഓക്കെ, അപ്പൊ ഇതേപോലെ എടുത്തു പോകാം കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആവണം കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ ഇരുന്നാലല്ലേ നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. ഇതിനെ മൗനമായിട്ട് എവിടെ ഇരുന്നിട്ട് കാരണം എല്ലാവരും എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കുന്നതിനനുസരിച്ച് ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ എല്ലാവരും പഠിക്കണം കേട്ടോ. എന്നാലേ ക്ലാസ്സിലൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. ഒരു പാസീവ് സ്പീക്കേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ലിസണേഴ്സ് ആയിട്ട് കാര്യമുണ്ടോ? പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കണം. നമ്മൾ ഓർമ്മയിൽ നിന്ന് പഠിക്കണം അല്ലെ? നമ്മുടെ ഓർമ്മയിലാണ് നമ്മളിത് പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ അങ്ങനെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി നമ്മള് പറയുകയും നമ്മൾ ചോദിക്കുമ്പോ പറയുകയും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യുമ്പോ അന്ന് ഞാൻ അങ്ങനെ പഠിച്ചല്ലോ എന്നുള്ളൊരു ഓർമ്മ നമ്മുടെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അതാണ് അങ്ങനെ പറഞ്ഞു പഠിക്കാൻ പറയണത്. അപ്പൊ ചോദിക്കുമ്പോ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഓർമ്മ നിൽക്കുന്നത്. അപ്പോ ചിലപ്പോ അന്ന് നമ്മൾ പറഞ്ഞ ആ തെറ്റുകൾ തിരുത്തി നമ്മള് ആ ശരിയിലേക്ക് വരുന്നത് അപ്പോഴായിരിക്കുള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങള് നോക്കുക. ഏതായാലും എനിക്ക്
എന്താണ് ഒരുപാട് എന്താണ് അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഞാൻ 2 റാങ്ക് ലിസ്റ്റിൽ ഇവിടെ MBBSന്റെ സെലക്ഷൻ ലിസ്റ്റിലും IASന്റെ ഈ പറഞ്ഞ എന്താണ് പ്രിലിമിനറി ലിസ്റ്റിലൊക്കെ പെട്ട ആളായിരുന്നു. പക്ഷെ എനിക്കത് തുടർന്ന് പോകാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ ആ ഒരു ഞാൻ പഠിച്ച ഒരു ഇത് വെച്ചിട്ടുള്ള ഓർമ്മ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പരസ്പരം അങ്ങനെ പറയുകയും എന്താണ് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പോ ആ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അതുകൂടി നിങ്ങൾക്ക് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ എല്ലാവരും തയ്യാറാണോ? അതെ മാം. അപ്പൊ അങ്ങനെ പഠിക്കണം. അല്ലാതെ മിണ്ടാതെ ഇവിടെ ഇരുന്നിട്ട് ആരും ഒന്നും പഠിക്കാൻ പോകുന്നില്ല. അങ്ങോട്ട് പറയാ, റെസ്പോണ്ട് ചെയ്യാ, അതേപോലെ തിരിച്ചും റെസ്പോണ്ട് ചെയ്യാ, അങ്ങനെയൊക്കെ പറയുമ്പോൾ മാത്രം നമ്മൾ പഠിക്കുള്ളൂ. അത് എന്തെന്നും ഓർമ്മയിലുണ്ടാവും. അത് ഏത് ക്ലാസ്സിലും അങ്ങനെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ആയിരിക്കുക നിങ്ങള്, കേട്ടോ. ഒരിക്കലും റെസ്പോണ്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ. ഓക്കെ ഓക്കെ മക്കളെ, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ താങ്ക് യു മിസ്. ആ